പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിൽ നിന്ന് 917 പേർക്ക് നിയമന ശുപാർശ അയച്ചു. റിപ്പോർട്ട് ചെയ്തതിൽ 337 ഒഴിവിലേക്കുള്ള നിയമന ശുപാർശ ഇനി അയക്കാനുണ്ട്. റാങ്ക് പട്ടിക നിലയിൽ വന്ന് 4 മാസത്തിന് ശേഷമാണ് കൂട്ടത്തോടെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തത്. അഡ്വൈസ് മെമ്മോയും അയച്ചിട്ടുണ്ട്. അതുവരെ NJD ആയി 26 ഒഴിവ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. അതിൽ 19 ഒഴിവിലാണ് ഓഗസ്റ്റ് ആദ്യം അഡ്വൈസ് മെമ്മോ അയച്ചത്. ഓഗസ്റ്റ് 10-ാം തീയതി കഴിഞ്ഞതോടെ 7 ബറ്റാലിയനുകളിൽ നിന്ന് 1254 ഒഴിവ് റിപ്പോർട്ട് ചെയ്തു. അവയിൽ തൃശ്ശൂർ, കാസർഗോഡ് ബറ്റാലിയനുകളാണ് നിയമന ശുപാർശ ഇനി തയ്യാറാക്കാനുള്ളത്. തൃശ്ശൂരിൽ 132 ഒഴിവിലേക്കും കാസർഗോഡ് 205 ഒഴിവിലേക്കും വൈകാതെ അഡ്വൈസ് അയക്കും. പത്തനംതിട്ട ആസ്ഥാനമായ 3 ബറ്റാലിയനിലാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് അയച്ചത്. ഓഗസ്റ്റ് 20 വരെ 233 നിയമന ശുപാർശകൾ അയച്ചു. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് ഈ ബറ്റാലിയനിൽ 328 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. 194 നിയമന ശുപാർശ അയച്ച MSP മലപ്പുറം ബറ്റാലിയനിലാണ് ഇക്കാര്യത്തിൽ രണ്ടാമത്. ഓഗസ്റ്റ് 13 വരെ കണക്കനുസരിച്ചാണ് ഇത്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് ഈ ബറ്റാലിയനിലേക്ക് 495 നിയമന ശുപാർശകൾ അയച്ചിരുന്നു. അതായിരുന്നു ഏറ്റവും കൂടുതൽ. നിലവിൽ KAP 1-ാം ബറ്റാലിയനിൽ എറണാകുളം 170 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 269 അഡ്വൈസാണ് ലഭിച്ചത്. തിരുവനന്തപുരം SAP, ഇടുക്കി KAP ബറ്റാലിയനുകൾ 153 വീതം നിയമന ശുപാർശകൾ അയച്ചു. തിരുവനന്തപുരത്തിൻ്റെ ഓഗസ്റ്റ് 19-നും ഇടുക്കിയുടെ ഓഗസ്റ്റ് 13-നുമാണ് അയച്ചത്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് SAPയിൽ 291 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ഇടുക്കി ആസ്ഥാനമായ 5-ാം ബറ്റാലിയനിൽ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 328 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. ആദ്യഘട്ടത്തിൽ 153 പേർക്കാണ് ഇത്തവണത്തെ നിയമന ശുപാർശ. KAP 2-ാം ബറ്റാലിയനിൽ തൃശ്ശൂർ റിപ്പോർട്ട് ചെയ്തത് 132 ഒഴിവിലേക്കുള്ള അഡ്വൈസുകളാണ്. ഓഗസ്റ്റ് 14 വരെ 9 NJD ഒഴിവിലേക്കാണ് അഡ്വൈസ് അയച്ചത്. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് ഈ ബറ്റാലിയനിൽ 454 പേർക്ക് അഡ്വൈസ് ലഭിച്ചതാണ്. KAP കാസർഗോഡ് ബറ്റാലിയനിൽ 210 ഒഴിവ് റിപ്പോർട്ട് ചെയ്തെങ്കിലും 5 NJDയിലേക്ക് മാത്രമേ അഡ്വൈസ് അയച്ചിട്ടുള്ളൂ. ബാക്കി 205 എണ്ണത്തിലേക്ക് ഉടൻ അഡ്വൈസ് അയക്കും. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് ഈ ബറ്റാലിയനിലേക്ക് 461 പേർക്ക് അഡ്വൈസ് അയച്ചിരുന്നു. കഴിഞ്ഞ റാങ്ക് പട്ടികയിലുണ്ടായിരുന്നതിൻ്റെ പകുതി പോലും ഉദ്യോഗാർത്ഥികളെ ഇത്തവണ 7 ബറ്റാലിയനിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ നിയമനങ്ങൾ വലിയ തോതിൽ കുറയുമെന്ന ആശങ്കയുണ്ട്. 7 ബറ്റാലിയനിലായി 3109 പേരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത്. മുഖ്യ പട്ടികയിൽ 2079 പേരും ഉപപട്ടികയിൽ 1030 പേരും. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ 6635 പേരുണ്ടായിരുന്നതാണ്. അഡ്വൈസിൻ്റെ എണ്ണത്തിലും വലിയ കുറവുണ്ടായിരുന്നു. 2023 റാങ്ക് പട്ടികയിൽ നിന്ന് 4783 പേർക്ക് അഡ്വൈസ് ലഭിച്ചതാണ്. 2024 പട്ടികയിലെത്തിയപ്പോൾ ആകെ നിയമനം 2623 കുറഞ്ഞു. KAP 3-ാം ബറ്റാലിയൻ്റേതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ റാങ്ക് പട്ടിക. ഇതിലും 4-ാം ബറ്റാലിയനിലും മാത്രമേ 500-ൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ളൂ. 1430 പേരുണ്ടായിരുന്ന SAPയുടേതായിരുന്നു കഴിഞ്ഞ തവണത്തെ വലിയ റാങ്ക് പട്ടിക. ഇത്തവണ SAPക്ക് 463 പേരാണ് റാങ്ക് പട്ടികയിലുള്ളത്. 327 പേരുള്ള KAP 2-ാം ബറ്റാലിയൻ്റേതാണ് ഇത്തവണത്തെ ചെറിയ റാങ്ക് പട്ടിക. കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് റാങ്ക് പട്ടിക നിലയിൽ വന്നത്. 2026 ഏപ്രിൽ 15 വരെ കാലാവധിയുണ്ട്. ഇതോടെ ഇന്നത്തെ തൊഴിൽ വാർത്തകൾ അവസാനിച്ചു. മറ്റൊരു വാർത്തയുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.